എടാ, പണമില്ലാത്തൊരു സമൂഹം പട്ടിയുടെ വില പോലും തരില്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കേണ്ടി വന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ? എന്നിട്ട് നീ എവിടെ കിടക്കണ്? എൻ്റെ സ്ഥാനം എന്താ? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഈ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലേ ഒരു കലയാണ്. അതങ്ങനെ എല്ലാവരെ കൊണ്ടും പറ്റില്ല. എന്നാലും നമ്മുടെ വരുമാനമൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ചെലവഴിച്ചൂടെ? വരുമാനം എന്ന് പറയാൻ ഇന്ത്യയിൽ എന്ത് തേങ്ങയുള്ളത്? ഞാനാണെങ്കിൽ ഒരുപാട് കോടികൾ പല പല കമ്പനികളായി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് എത്ര എടുത്താലും തീരാത്തത്ര കാശ് എൻ്റെ കയ്യിലുണ്ട്. സാം എന്റർപ്രൈസസ്, സാം ട്രാവൽസ്, സാം എയർലൈൻസ്, സാം മൂക്കുപൊടി കച്ചവടം, സാം ടിംബേഴ്സ്, സാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അങ്ങനെ വെറൈറ്റി ഒരുപാട് കമ്പനികളാണ് സാമിന്റെ പേരിലുള്ളത്. ഞാൻ ഒരു 2 കോടി എഴുതരാം. നീ എങ്ങനെങ്കിലും പോയി രക്ഷപ്പെടും. ഞാൻ 2 കോടി ചെക്ക് എഴുതരാം. സൈലൻസ്. നിങ്ങൾ മാത്രമല്ല ഇവിടെ പേഷ്യൻസ് ആയിട്ടുള്ളൂ. ഇത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൈക്കാട്രിക് ഹോസ്പിറ്റലാണ്. സോ ബിഹേവ് യുവർ സെൽഫ്. സോറി സാറേ, ഞാൻ ഈ 2 കോടി ചെക്ക് പാവപ്പെട്ടാണെന്ന് കൈമാറിക്കോട്ടെ. കുമാര, നിന്റെ MRI സ്കാൻ റിപ്പോർട്ടാണത്. നിന്നോട് പലവട്ടം പറഞ്ഞാണ്ട് ഞാൻ ഇല്ലാത്തപ്പോ ഈ ചേറി കയറിയിരിക്കുന്നത്. ആ സ്റ്റെപ്പൊക്കെ അവിടെ വെച്ചടാ. രാവിലെ നിന്നെ ഷോക്ക് അടിപ്പിച്ചാലേ എനിക്കാ ചേർന്ന് നിൽക്കടാ. സാറിങ്ങനെ രാവിലെ വൈകിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന സാറിന് നഷ്ടം. കറണ്ട് ചാർജ് ഇങ്ങനെ കുത്തനെ കയറും. ആരടയ്ക്കും? ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുമാര, നീ ആ സെല്ലി പോയി കിടക്ക്. വേണ്ട സാറേ, സാറിരിക്കും. എന്നിട്ട് സാർ ആദ്യം ഈ 2 കോടി കൊണ്ട് കൊണ്ടുപോയിട്ട് കറണ്ട് ബില്ല് അടയ്ക്കാൻ നോക്കും. നിനക്ക് ബിസിനസ് സംസാരിക്കാം. എനിക്കാ മടക്കങ്ങട് പോടങ്ങട്. സിസ്റ്ററെ, അവരും സെറ്റിൽ ചെയ്തേ. ഞാൻ പോരാ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്നെ ഒന്ന് ഷോക്ക് അടിപ്പിക്കാൻ.